നിങ്ങളിന്ന് ഫസ്റ്റ് പട്ടാപ്പിക്കാരൻ്റെ ഇതിലേക്ക് ചെറുത് ഇട്ടല്ലേ? ആ ശരി, വേറെ കിട്ടി. അപ്പം എന്തെങ്കിലും കടക്ക് പേരുണ്ടോ? അപ്പോൾ അപ്പോൾ എന്താണ്ട് ഇവിടെ സോഡ ഇവിടെ നല്ല ലൈം സോഡ, ഓറഞ്ച് സോഡ, ഗ്രേപ്പ് സോഡ അങ്ങനെ പരിപാടി ഉണ്ട്. കൊടുക്കാം. ഏട്ടാ ഒരു ഓറഞ്ച് സോഡ എടുത്തോ കേട്ടാ. എന്നിട്ട് അടുത്ത ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അടുത്തെടുക്കാം. കോമ്പി, പച്ചമാങ്ങ, പിന്നെ മുന്തിരി, മസാല സോഡ, സുനാമി, കല്ല് സോഡ, കല്ല് സോഡ. ഇത് കോമ്പി. ഇതാണ് മക്കളെ കോമ്പി. ഇത് ഉപ്പിലിട്ട മുന്തിരിയുടെ അല്ലേ? മുന്തിരിയുടെ സാധനം കേട്ടോ. ആയിക്കോട്ടെ, വലിയ ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഏകദേശം വയറൊക്കെ നിറയും. ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ്. അതല്ല വോയിസാ, അത്യാവശ്യം ക്വാണ്ടിറ്റി കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ അങ്ങോട്ട് മറക്കണ്ട. പട്ടാമ്പി പന്തക്കൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്രകാശേട്ടൻ്റെ കട. പ്രകാശേട്ടനല്ലേ ചേട്ടൻ്റെ പേര്? ഇതിന് വേറെ ലെവലൈൻ കേട്ടോ. അപ്പോൾ നമ്മളെ ഓറഞ്ച് സോഡയും കോമ്പി സോഡയും വിജയിച്ചിട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഏതൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ? ഓറഞ്ചിൻ്റെ ഓർഡർ ചെയ്തിരിക്കണേ. ഞാൻ വേറെ വല്ല റേറ്റ് ആണ് ചെയ്തത്. ഞാൻ രണ്ടു നല്ല ടേസ്റ്റ് ആയിട്ട് വയറൊക്കെ മസാല സോഡ എന്താണ്? ശരി ശരി. ആ മറ്റേ ഇള പോലെ അല്ലേ? ഇതാണ് ഓറഞ്ച് സോഡ. ഓക്കെ, ഒന്നും പറഞ്ഞോ. ഞാൻ അത് കുടിച്ചതിനാണ്, പക്ഷേ കുറച്ചുകൂടി കുടിക്കണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. സാധനങ്ങൾ ഒറിജിനൽ സാധനം ഇട്ടിട്ടാണ് ഒറിജിനൽ മറ്റേ ഓറഞ്ചൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെ അതെ, മിതമായ റേറ്റാണ് ചേട്ടൻ എടുക്കാനുള്ളൂ. ഫുർജാറുണ്ടാവല്ലേ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു? അതുണ്ടെന്നോ? നമ്മുടെ വന്നിട്ടുണ്ട്. അതെ ശരി, വൈകിട്ടില്ലേ? ഫുൾജാർ ഇപ്പോഴും പോകണ്ടല്ലേ? ആ മസാലയുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ട് നിറഞ്ഞിട്ടി മെയിനായിട്ട് അല്ലേ? അവർക്ക് ഞാനാക്കിയിട്ട് ഞങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കണേ. അതാ മഴക്കാലത്തിൽ കൊണ്ടിട്ട് ഒന്നിച്ച് വെക്കാം. അപ്പോൾ വില കുറവാണ്. ഇപ്പോൾ 1000 രൂപയൊക്കെ വരും കിലോന്. അന്നേരം 700, 650, 700. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കൊണ്ടു. ഇവിടെ ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ നടന്നിട്ട് പരിസരത്തിൻ്റെ ഫസ്റ്റ് തുടങ്ങിയത്. ഞാനും നിങ്ങളെ സോഡൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളിഞ്ഞ് വരണ്ട് കേട്ടോ. ഓക്കെ പ്രകാശ് ചേട്ടാ, ശരി ശരി കേട്ടോ. അത് വരും. നമ്മളെ മുഖാന്തരം ആർക്കൊരു കച്ചവടം കൂടുകയാണെങ്കിൽ അതല്ലേ? ശരി ശരി.